അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇതുവരെയായി 71 ആയത്തുകളാണ് മനഃപ്പാഠമാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 72ാമത്തെ ആയത്താണ് മനഃപ്പാഠമാക്കാൻ പോകുന്നത്. എല്ലാ പാഠഭാഗങ്ങളും വളരെ എളുപ്പത്തിൽ പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും പടച്ചവൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قتلتم نفسا فادارأتم فيها والله مخرج ما كنتم تكتمون. ഇനി നമുക്ക് ഈ ആയത്തിന്റെ തജ്വീദ് നിയമങ്ങൾ നോക്കാം. ഖതൽതും, കാഫ് തഫ്ഹീം ചെയ്യണം. നഫ്സം ഫ, അവിടെ ഇഖ്ഫാന്റെ നിയമമാണ് വരിക. നൂനിനെ മറച്ചു വെച്ച് മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. ഫദ്ദാറത്തും, അവിടെ ദാലിന്റെ മേലെ മദ് അസ്ലിയുടെ ചിഹ്നമാണ്, 2 ഹർക്കത്ത് മണിക്കണം. റ തഫ്ഹീം ചെയ്യണം. മുഖ്റിജും, ഖ തഫ്ഹീം ചെയ്യണം. മുഖ്റിജും മ, ഇദ്ഗാം ബിഗുന്ന, മണിച്ചുകൊണ്ട് ചേർത്തി ഓതണം. കുന്തും, ഇഖ്ഫാന്റെ നിയമമാണ് വരിക. തക്തുമൂൻ, മദ്ദു ആരിദു സുക്കൂൻ. ഇതാണ് ഈ ആയത്തിന്റെ തജ്വീദ് നിയമം. ഇനി നമുക്കിതിന്റെ അർത്ഥം നോക്കാം. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ ഒരാളെ കൊലപ്പെടുത്തുകയും അന്യോന്യം കുറ്റം ആരോപിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. എന്നാൽ നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതാണ് ഈ ആയത്തിന്റെ നേരായ അർത്ഥം. ഇനി നമുക്ക് വേർഡ് ബൈ വേർഡ് അർത്ഥം നോക്കാം. വഇദ ഖതൽതും, നിങ്ങൾ കൊലപ്പെടുത്തിയ സന്ദർഭം. നഫ്സൻ, ഒരു ദേഹത്തെ അല്ലെങ്കിൽ ഒരാളെ. ഫദ്ദാറത്തും, എന്നിട്ട് നിങ്ങൾ പരസ്പരം ഒഴിഞ്ഞു മാറി, അന്യോന്യം ആരോപണം നടത്തി. ഫീഹ, അതിൽ നിന്ന്. വല്ലാഹു, അള്ളാഹു. മുഖ്റിജും, പുറത്തു വരുത്തുന്നവനാണ്. മാ കുന്തും, നിങ്ങൾ ആയിരുന്നതിനെ. തക്തുമോൻ, നിങ്ങൾ ഒളിച്ചു അഥവാ മറച്ചു വെക്കും. ഇതാണ് ഈ ആയത്തിന്റെ വേർഡ് ബൈ വേർഡ് അർത്ഥം. ഇനി നമുക്കിത് മനഃപ്പാഠമാക്കാൻ നോക്കാം. وَإِذَا قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَإِذَا قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَإِذَا قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا. കാണാതെ നോക്കൂ. അത് മനസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. വല്ലാഹു മുഖ്റിജും മാ കുന്തും തക്തുമൂൻ ഫഖുൽനാ. വല്ലാഹു മുഖ്റിജും മാ കുന്തും തക്തുമൂൻ ഫഖുൽനാ. വല്ലാഹു മുഖ്റിജും മാ കുന്തും തക്തുമൂൻ ഫഖുൽനാ. കാണാതെ നോക്കൂ. മനസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആയത്ത് മൊത്തമായി പോയി നോക്കാം. وَإِذَا قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ فَقُلْنَا. وَإِذَا قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ فَقُلْنَا. وَإِذَا قَتَلْتُمْ نَفْسًا فَادَّارَأْتُمْ فِيهَا وَاللَّهُ مُخْرِجٌ مَا كُنْتُمْ تَكْتُمُونَ فَقُلْنَا. ഇനി കാണാതെ നോക്കൂ. മനസ്സിൽ പതിയുന്നവരെ ആവർത്തിച്ച് ഓടിക്കൊണ്ടിരിക്കുക. മനസ്സിൽ പതിഞ്ഞ്
മാത്രമേ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാൻ പാടുള്ളൂ, അടുത്ത ആയത്ത് പഠിക്കാൻ പാടുള്ളൂ. ഇനി ഇത് മനസ്സിൽ പതിഞ്ഞതിന് ശേഷം, മനഃപ്പാഠമാക്കിയതിനു ശേഷം നിങ്ങൾ ഈ ആയത്ത് ഒരു 20 തവണയെങ്കിലും ആവർത്തിച്ച് ഓതണം. അതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നിസ്കാരത്തിലും യാത്രകളിലും എല്ലാം പഠിച്ച ഭാഗങ്ങൾ ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ മറക്കുവാതെ കാലാകാലം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുവാൻ സാധിക്കും. അതേപോലെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല കാരിയുടെ ഖിറാഅത്ത് കേൾക്കുക. അത് നിങ്ങളുടെ ഖിറാഅത്ത് ബെറ്റർ ആക്കുവാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.